ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തെങ്കിലും വിശേഷങ്ങൾ, എല്ലാവർക്കും സുഖമൊക്കെയല്ലേ? നമുക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ല, അങ്ങനെ സുഖമായിട്ട് പോണ്. അമ്മച്ചിക്കാണെങ്കിലും വയ്യായികകൾ കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കാലുവേദന കുറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ലങ്സിൽ ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പറയുന്നത് ഇടയ്ക്ക് എനിക്ക് ഷുഗർ കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയം എന്നാ പറയുന്നത് വിളിക്കുമ്പോൾ. വേറെ ഒന്നല്ല, ഭക്ഷണം കഴിക്കാനേ ഇപ്പം സാധാ അമ്മച്ചിക്ക് ഒരു 12 മണിയാകുമ്പോൾ ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിറയിൽ പോലെ വരും. ഇപ്പൊ അമ്മച്ചി പറയുന്നുണ്ട് രാവിലെ ഇപ്പൊ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാലും ഉച്ചയാകുമ്പോൾ വീണ്ടും അങ്ങനെ തന്നെ വരുന്നുണ്ട്. ഇപ്പൊ ഷുഗർ ലോ ആവണുണ്ടോ എന്നുള്ള അടുത്തൊരു ടെൻഷൻ ഇപ്പൊ ആൾക്ക് വന്നേക്കുന്നത്, ഷുഗർ ഇറങ്ങി പോകണുണ്ടോ എന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഷുഗർ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാലോ എന്താ സ്ഥിതി എന്നുള്ളത്. അപ്പൊ അത് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ഇനി അടുത്ത ട്രീറ്റ്മെന്റ് അതാണ്. അതായത് ഒരു ആശുപത്രി കേസ് ഒഴിഞ്ഞിട്ടൊരു പേരില്ല എന്ന് പറയില്ലേ, അതുപോലെയാണ്. ഇപ്പൊ അടുത്ത ഒരു 2 കാര്യം ഏകദേശം ഓക്കെ. ഇപ്പൊ അടുത്ത ടെൻഷൻ ആൾക്ക് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ടെൻഷൻ അടിക്കണ്ട, അത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അന്ന് ടെസ്റ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെയാ തലയില് കാണിക്കേ, ഇങ്ങോട്ട് കാണിക്കേ, നേരെ നോക്ക്. ഫോട്ടോ ഒന്നും വേണ്ടല്ലേ? അത് ഫോട്ടോ എടുക്കണം, അതിന്റെ എടുക്കടാ. ആർക്ക് അയച്ചു കൊടുക്കാനാ? അപ്പക്ക് അയച്ചു കൊടുക്കടാ. അതവിടെ നിക്ക് മര്യാദക്ക് നിക്ക്. അപ്പാപ്പന് ഇങ്ങനെയുള്ള വണ്ടി കഴുകാൻ വേണ്ടിട്ട് തലയിൽ മുണ്ട് കെട്ടാലേ അത് അതുപോലെ കൊച്ചു കെട്ടിയേക്കണ്ടാണ് അപ്പാപ്പനെ കൊണ്ട് വണ്ടി കഴുകാൻ റെഡി ആയിട്ട്. വണ്ടി പോയാ? ഇന്ന് നല്ല മഴയുണ്ടതേ, മഴ ദിവസം ഇപ്പൊ കുറഞ്ഞു. അത്ര മഴയില്ലല്ലോ. അത് പേടിച്ചു പോയാ. അത് മഴ പെയ്ത ആദ്യം എനിക്ക് ചെയ്യാ. ടിവിയുടെ വയറൂരിടും, ഇൻവെർട്ടർ ഊരും, ഫ്രിഡ്ജ് ഊരും. ഭയങ്കര ഉത്തരവാദിത്വ ബോധമുള്ള കുട്ടിയാ. വന്നപ്പോ മഴ പെയ്യാന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു ടിവിയിലെ വയറൂര്. വടി എവിടെയാ? എവിടെ? എടുക്കണത് വേണ നോക്കി ശരിക്കുന്നില്ല. ചൂലുകെട്ട് എടുത്താൽ മതിയില്ലേ? ചൂലുകെട്ടാണ് കുട്ടിക്ക് വേണ്ടേ. എങ്ങനെ വീണ ഒരു ദിവസം താഴ്ത്തിരിക്കും ഡൈനിങ് ടേബിൾ മേന്ന്. ശരിയായിക്കോളും. അവര് ഡാൻസ് കളിച്ചേ. അമ്മാവനടിച്ചാ കുഞ്ഞുണ്ണീനെ എടുത്തേക്കണ്. കുഞ്ഞുണ്ണീനെ അപ്പാപ്പനില്ല. അത് അപ്പാപ്പ ഇപ്പുറത്തും അത് അപ്പുറത്തായിരുന്നു. ഇപ്പൊ അപ്പാപ്പ അപ്പുറത്തും അത് ഇപ്പുറത്തായില്ലേ? ആരാക്കിയങ്ങനെ? പൂച്ചക്കടക്കിന്റെ കൂടെ അപ്പാപ്പം കുളിച്ചാൽ നീ റംബൂട്ടാൻ തിന്നുള്ള അമ്മാമ്മ എന്നിട്ട് തിന്നോളാം. റംബൂട്ടാനാ ചക്കട അല്ലേ? മോനോട് മര്യാദക്ക് പറഞ്ഞല്ലേ അമ്മാമ്മ കുളിച്ചേരാന്ന്. പാപ്പന്റെ കഞ്ഞൂടി കഴിയണവരവൻ നോക്കിയിരിക്കുന്നു അപ്പാപ്പനെ കൊണ്ട് കുളിപ്പിക്കാൻ. കൂറുമ്പനാഥം ഫുഡ് കഴിക്കാൻ പോകണം. അപ്പൊ ഇന്നലെ വെച്ച മീൻകറി ഉണ്ടായിരുന്നു. അപ്പൊ അതിലേക്ക് ഞാൻ ചോറിലിട്ടു. പിന്നെ നമുക്ക് എന്തേ ഉണക്കമീനൊക്കെ കുഴഞ്ഞ പോലെ ഇരിക്കണേടാ. ഈ ചട്ടിയിലിട്ട് ഞാൻ ഈ ചോറിനങ്ങോട്ട് മിക്സ് ചെയ്തു. എനിക്ക് എന്താണെന്നറിയില്ല, ഈ ചട്ടി കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഇഷ്ടം കൂടുതലാണ്. മീൻകറിയൊക്കെ ഉണ്ടല്ലോ നമ്മൾ വെച്ച് കഴിഞ്ഞ് പിറ്റേ ദിവസം എടുക്കില്ലേ, അടിപൊളിയുണ്ട്. അന്നത്തേക്ക് പുളിയൊക്കെ പിടിച്ച് മീനുമൊക്കെ സെറ്റായിട്ടിരിക്കുന്നത് അതായിരിക്കും. അത് എന്ത് കറിയായാലും ചിക്കൻ ആണെങ്കിലും ബിരിയാണി ആണെങ്കിലും ഒക്കെ പിറ്റേ ദിവസത്തേക്ക് ടേസ്റ്റ്. പക്ഷെ സത്യം എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ഇതൊക്കെ നമ്മുടെ കഴിഞ്ഞിട്ടുണ്ടാവും. സത്യം. പിന്നെ എന്താ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ കോളിഫ്ലവർ മുട്ടയ്ക്ക് ഇട്ടിട്ട് അമ്മച്ചി കുത്തിപ്പൊരിച്ച് വെച്ചിട്ടുണ്ട്. ഉണക്കമീൻ വറുത്തതുണ്ട് കേട്ടോ.
ഉണക്കമീൻ വറുത്തതുണ്ട്. പിന്നെ ഇന്നലെ വീട്ടിൽ നമ്മുടെ കുമ്പളയുടെ എന്നിട്ട് ഈ ഇലയുടെ പേര് എന്നിട്ട് ഞാൻ മറന്നു പോയിട്ട് ഇപ്പൊ ഇലയുടെ പേര്. ഈ ഇല കൊണ്ട് ചക്കടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഇലയുടെ ഒരു ഫ്ലേവർ ഉണ്ട് കേട്ടോ ഈ ഇടയ്ക്ക്, അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ ഇതൊക്കെ തിന്ന് കഴിഞ്ഞിട്ട് വേണം നീ ഇതും കൂടി തിന്നാൻ വേണ്ടി. അതിന് അമ്മേനെയും അപ്പേനെയും ഇഷ്ടം. അപ്പമ്മയാ ഇങ്ങോട്ട് അങ്ങോട്ട് പോയിട്ട് അതുകൊണ്ട് അങ്ങോട്ട് പോയേക്കാം. ദൈവമേ, വാതിലടയിന് സഹിക്കാൻ പറ്റാത്ത ഒറ്റ അടയിന്. എല്ലാ വാതിലുടെ പരിപാടി ചേട്ടൻ പോണേലും മുൻപ് ഇവിടുത്തെ പരിപാടികളൊക്കെ തീർത്തു തരുന്നുള്ളത് സത്യമാണ്. കാലത്ത് തന്നെ നല്ല മഴയായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നു മഴ ദിവസമാണ്. അതിന്റെ പിന്നാലെ നോക്കി കഴിഞ്ഞപ്പോ നട്ടാപ്പുറം വെയില്. ഇതെന്തത് ഇങ്ങനെയാവൂലേ. ഇന്നലെ രാത്രി തുടങ്ങി നല്ല മഴയായിരുന്നു. ഇപ്പൊ അതേ വെയിൽ തുടങ്ങിയിട്ടുണ്ട്. അവരൂത്ത് ഉമ്മോട്ടെ ഉമ്മ ഉമ്മോത്തെ ഉമ്മ നോക്ക്, ഇങ്ങോട്ട് നോക്ക് ഉമ്മ, ഇങ്ങോട്ട് നോക്കടോ, എന്തോ സാധനം അവിടെ ഒരു എന്താ പറയാ, ഒരു സാധനം അവിടെ ആടുന്നുണ്ട്. അതിന്റെ ശ്രദ്ധയിലുണ്ട് ആശാൻ. ചേട്ടാ 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 നോക്ക്, ചേട്ടാ നോക്ക്, ചേട്ടാ നോക്ക്, ചേട്ടാ ചേട്ടാ ചേട്ടന്റെ പല്ല് കാണിച്ചെടുത്ത്. പല്ല് കീരിപ്പല്ല്. ചേട്ടനെ വാതിലടച്ചകത്തേക്ക് പോയി അനിയന്റെ നോക്കി നിക്കണ്. ആ ചേട്ടാ വിളിക്ക്, ചേട്ടാന്ന് വിളിച്ചേ, ചേട്ടാന്ന് വിളിച്ച്, ചേട്ടാന്ന് വിളിക്ക്. അവൻ തട്ടിട്ടാ വാലടച്ചിട്ടാ, കുറുമ്പ് വാലടച്ചാ. അബ്രുവിനെ ആരും വാലടക്കുന്ന ഇഷ്ടമില്ല ചേട്ടാ. വാലടച്ചിട്ടാ. തുറക്കാൻ പറയും. അടിയിട്ടു തൊക്കടാ. എന്തിട്ടാ അതും കാണിക്കണേ? വണ്ടിയുടെ അതിലേക്ക് പന്ത് പോയി. ഇതേ കിട്ടിയ നിനക്ക് ഞാൻ പറഞ്ഞില്ല ഇതിനോട് ഞാൻ എടുത്തരാന്ന്. ചൂലും പിടിച്ച് നിക്കാ, പന്ത് കിട്ടണില്ലെന്ന് പറഞ്ഞു. വീഡിയോയിൽ ഒരു കമന്റ് വന്നിട്ടുണ്ട്, അപ്പച്ചന് എന്താ ജോലി എന്നുള്ളത്. എന്റെ അപ്പന്റെ ജോലി ഏകദേശം മിക്കവർക്കും കണ്ടിട്ടുണ്ടാവും. വീഡിയോസ് കാണുന്നവർക്ക് അറിയായിരിക്കും. എന്റെ അപ്പച്ചന് കടയാണ്. കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കറി ഉണ്ട്, പലചരക്ക് ഉണ്ട്, എല്ലാം കൂടി ഒരു കടയാണ്. ഇപ്പൊ ഏകദേശം ഒരു 10-12 വർഷമൊക്കെ ആയിട്ടുണ്ടാവും ആ കട തുടങ്ങിയിട്ട്. ആ കടയല്ല, നമ്മൾ കോട്ടയിലാണ് കട വേറെ ഭാഗത്തായിരുന്നു. ആ ഭാഗത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെ കോട്ട വിട്ടിട്ട് ഒരു കളിയില്ല. ഇപ്പൊ വീട് പണിയുന്നതും ചേട്ടൻ വീട് പണിയുന്നതും കോട്ടയിൽ തന്നെയാണ്. ആ ഏരിയ അവിടെ തന്നെ കിട്ടുകയാണ്. അപ്പൊ അപ്പച്ചനെ പോയി വരാനൊക്കെ സുഖമാണ്. കുഴപ്പമൊന്നും ഇല്ലാണ്ട് എന്താ പറയാ, അത്ര വലിയ ലാഭമൊന്നും പറയാൻ പറ്റില്ല കേട്ടാ. എന്നാലും കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് അവരുടെ കാര്യങ്ങൾ നടന്നു പോകാനുള്ള ഒരു തട്ടിക്കൂട്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്താ പറയാ, നമുക്ക് ആവുന്നുള്ളിടത്തോളം കാലം എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ വീട്ടിലിങ്ങനെ ചടഞ്ഞുകൂടിയിരിക്കുമ്പോ അസുഖങ്ങൾ വരും. അപ്പൊ അപ്പച്ചന് ഒരു ദിവസം വീട്ടിലിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെപ്പാട് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച പോലെ പോവാണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്തായാലും അപ്പച്ചന് ആ കട ഒന്ന് പോയി കണ്ടിട്ടെങ്കിലും വരണം. അങ്ങനത്തെ ഒരു ആളുണ്ടാ. അത് ബിസിനസ് ചെയ്യണവർക്ക് അങ്ങനെയായിരിക്കും. എന്തായാലും അവിടെ നിന്ന് പോയി വന്ന് തിരിച്ചു വരും. ഇപ്പൊ ഹർത്താലാണെങ്കിലും അതെ, ഒരു 6 മണി 5 മണിക്ക് ആകുമ്പോഴേക്കും അപ്പച്ചൻ പറയും ഞാൻ പോട്ടെ എന്ന് പറഞ്ഞാൽ അപ്പച്ചൻ പോകും. എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഞായറാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞ് വരുമ്പോഴേക്കും ആൾക്ക് വൈകുന്നേരം ആകുമ്പോഴേക്കും ആകെപ്പാടൊരു ബോറടി തുടങ്ങും. അതായത് ആള് ഫുള്ളായിട്ട് എൻഗേജ്ഡ് ആണ്. രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഒരു കടയിൽ നിൽക്കാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. നിന്നിങ്ങനെ ഓരോ സാധനങ്ങൾ എടുത്തു കൊടുക്കുമ്പോൾ കാലുവേദന കാര്യങ്ങളുണ്ട്. അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും അപ്പച്ചൻ അതില് എന്താ പറയാ സന്തോഷം കണ്ടെത്തുന്നുണ്ട്. അപ്പൊ കടയിൽ പോകുമ്പോഴെങ്കിലും ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാനും, നമ്മൾ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്നിട്ട് ചെയ്യാൻ പറ്റുന്ന എന്റർടൈൻമെന്റ് കൂടിയ മറ്റേ ഫോൺ കാണാം അല്ലെങ്കിൽ TV കാണാം. ഇത് രണ്ടാ ചെയ്യാറുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ വല്ല പറമ്പിലൊക്കെ ഇറങ്ങി പണി എടുക്കണെങ്കിൽ ഓക്കെ, വല്ല കിളക്കിയേ വല്ല പയറ് നട കൊള്ളി നട നമുക്ക് പാടൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യും. പക്ഷെ അതിനൊന്നും അപ്പച്ചനെ കൊണ്ട് കൂടില്ല, അതൊന്നും ചെയ്യില്ല. അപ്പൊ അത് പറ്റില്ല അപ്പച്ചന് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ പരിപാടി അപ്പച്ചന് ഇഷ്ടമാണ്. അതായത് അപ്പച്ചന്റെ എത്രയോ വയസ്സ് മുതൽ തുടങ്ങിയ ഒരു ഏരിയയാണ് ഇതിലേക്ക് കടന്നേക്കുന്നത്. അപ്പൊ അത് ആൾക്ക് അത് എടുത്തു കൊടുക്കാൻ, സാധനങ്ങളൊക്കെ ചോദിച്ചു എടുത്തു കൊടുക്കാൻ സ്പീഡ്. ഇപ്പൊ ഞാനൊക്കെ കടയിൽ പോയി കണക്ക് കൂട്ടാനൊക്കെ ആണെങ്കിൽ അത് കാൽക്കുലേറ്റർ എടുത്ത് കുത്തി വരുമ്പോ വന്ന ആൾക്കാർ വരെ പോയിട്ടുണ്ടാവും. പക്ഷെ അപ്പച്ചനൊക്കെ പെട്ടെന്ന് കണക്ക് കൂട്ടി പറയിട്ട അതിലൊക്കെ സ്പീഡ് കൂടുതലാണ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആള് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പൊ പച്ചക്കറി കച്ചവടമാണ് എൻ്റെ അപ്പന് അവിടുത്തെ. പിന്നെ ഇവിടുത്തെ അപ്പച്ചന് എന്താ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടുത്തെ അപ്പച്ചന് നമ്മുടെ മാടുകളെ വാങ്ങി കൊടുക്കല്, അങ്ങനത്തെ പരിപാടികളുണ്ട് കേട്ടോ. അതായത് ആള് ആഴ്ചയില് ഒരു ബിസിനസ് പോലെ തന്നെ ആഴ്ചയില് ഒരു ദിവസം ചന്തക്ക് പോകും. അതാണ് മിക്കവരും വീഡിയോസിൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും വണ്ടിയിൽ വന്നത്. ഇവിടെ എവിടെ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് പേര് എനിക്കറിയില്ല കേട്ടാ.
ചന്തക്ക് പോയി മാടുകളെ വാങ്ങി കൊടുക്കുക, അങ്ങോട്ട് വാങ്ങുക, അങ്ങനത്തെ കൊടുക്കുക, അങ്ങനത്തെ ഒരു കൊടുക്കൽ വാങ്ങൽ ബിസിനസ് ഉണ്ടല്ലോ. അപ്പച്ചനാണെങ്കിൽ ഈ എരുമകള് മാടുകളോട് അതുകൊണ്ട് തന്നെ കൂടുതൽ സ്നേഹം കൂടുതലാണ്. അങ്ങനത്തെ ഒരു ബിസിനസ് പരിപാടിയാണ് അപ്പച്ചന്. അപ്പച്ചനും ഒരു ദിവസം അതിനു വേണ്ടി ഒരു ദിവസം ആഴ്ചയിൽ മുൻപൊക്കെ പറയണ്ടായിരുന്നു, ചേട്ടായിക്ക് പറയും ഒരു 2-3 ദിവസമൊക്കെ പോവാറുണ്ടെന്ന്, ഞങ്ങളുടെ കല്യാണത്തിന് മുൻപൊക്കെ കേട്ടാ. പക്ഷെ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് പിന്നെ അപ്പച്ചൻ പോണത് ഒരു ദിവസം കണ്ടിട്ടുള്ളൂ. ഒരു ദിവസം അപ്പച്ചൻ പോവും, ഉച്ചയാകുമ്പോഴേക്കും വരും കേട്ടോ. രാവിലെ തന്നെ പോവും. അത് രാവിലെ എന്ന് പറഞ്ഞാൽ വെളുപ്പിന് ഒരു 3:30 2 മണി 3:30 ആകുമ്പോഴേക്കും അപ്പച്ചൻ പോവും. പോയിട്ട് ഒരു 12 മണി 1 മണിയോട് കൂടി എത്തും. അപ്പൊ ആദത്തിനോട് ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്, നീ വരുന്നുണ്ടോടാ എന്നാ ഞാൻ പറഞ്ഞ ആദത്തിനെ കൊണ്ട് വെക്കുക, രസമായിരിക്കും. ആദത്തിനെ കാണുകയും ചെയ്യാം, എൻജോയ് ചെയ്യുകയും ചെയ്യാം. അപ്പാപ്പനൊരു എന്റർടൈൻമെന്റും ആവും, ആദത്തിന് ഒരു എന്റർടൈൻമെന്റും ആവും. അങ്ങനത്തെ ഒരു പരിപാടിയാണ് അപ്പച്ചന്. അപ്പൊ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ഉള്ളൂ. പിന്നെയുള്ള സമയത്ത് അപ്പച്ചൻ കൂടുതൽ സമയം നമ്മൾ പറഞ്ഞില്ലേ എന്താണ്, നമുക്ക് പോത്ത് മുട്ട എരുമ ഉണ്ടായിരുന്നു, അപ്പൊ അതിനെ കൊടുത്തേക്കാണ്. അപ്പൊ അതിലാണ് സ്പെൻഡ് ചെയ്യാറ്. പിന്നെ നമുക്ക് പറമ്പുകളുണ്ട്, പറമ്പിൽ പണിയെടുക്കും, ചേമ്പ്, കൊള്ളി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നടും. നമ്മുടെ പറമ്പിൽ ഉണ്ടാവുന്ന സാധനങ്ങൾ ഇനി നമ്മൾ കഴിക്കാറ്. കൊള്ളിയാണെങ്കിലും ചേമ്പാണെങ്കിലും ഒക്കെ അപ്പച്ചൻ തന്നെ കളച്ച് പണിയെടുത്ത് അങ്ങനെ ഉണ്ടാക്കാണ്. അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റ് അപ്പച്ചനുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് അപ്പച്ചന്റെ ജോലി. വേറെ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ല, ഈ ഒരു ജോലി ഉണ്ട്. അതായത് മാടുകളെ വാങ്ങാൻ കൊടുക്കുക, അങ്ങനത്തെ ഒരു ബിസിനസ്സാണ്. പിന്നെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താ പറയുക, അതിൻ്റെ ഉള്ളിലേക്കുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഇത്ര കാര്യങ്ങൾ എനിക്കറിയുള്ളൂ. ആഴ്ചയിൽ ഒരു ദിവസം പോകുന്നുള്ളത് എനിക്കറിയാം. അപ്പൊ ഇതാണ് നമ്മുടെ ഇവിടുത്തെ അപ്പച്ചന്റെ ജോലി. എന്തൊരു പരിപാടി, എന്തൊരു ഭാഗ്യത അവര് ചീഞ്ചട്ടി കൊണ്ടുവയ്ക്കാൻ എന്തൊരു ഭാഗ്യത. അമ്മ പറഞ്ഞത് എവിടെ വെക്കാനല്ലേ, നീ അവിടെ ഇതെടുത്തോണ്ട് വന്നേക്കണേ? നീയാണോ കറി വെക്കണേ? ആണോ നീ കറി വെക്കാനാ? എങ്ങനെ കറി വെക്കുക? ഓ പൂർണ്ണി എങ്ങനെ കറി വെക്കാതെ? എങ്ങനെ കറി വെക്കാന്ന് പറഞ്ഞേ പറയടോ. ഇഞ്ചിയാ? ഇനി ഇതായി ആദംകൂട്ടനുണ്ടല്ലോ, നമ്മുടെ അബ്രുവിന്റെ കൂടെ എത്ര തല്ല് കൂടി കഴിഞ്ഞാലും രാത്രി ഞാൻ സെൻട്രലായിട്ട് കിടക്കും. അതായത് ആദത്തിനെ അബ്രുവിനെ അപ്പുറത്ത് ഇപ്പുറത്ത് കിടത്തും. എന്നിട്ട് എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാല്, ആദ്യം ഒരു ഉറക്കം കഴിഞ്ഞ് കഴിയുമ്പോ ഞാൻ നോക്കി കഴിയുമ്പോ ആദത്തിനെ കാണില്ല കേട്ടാ. ആദ്യം നോക്കി കഴിയുമ്പോ അബ്രുവിന്റെ അടുത്ത് കെട്ടിപ്പിടിച്ച് കിടത്തില്ല. ഇതിപ്പോ എവിടെ കിടത്തി കഴിഞ്ഞാലും ആശാൻ അബ്രുവിന്റെ അടുത്ത് പോയി കിടക്കുക. അവന്റെ അടുത്ത് കിടക്കാന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര ഇഷ്ടമുണ്ടാ. അതുപോലെ തന്നെ കരയുമ്പോഴും ഭയങ്കര സങ്കടമാണ് ആദംകൂട്ടന്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാണ്ട് കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും.